ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണ്ണ നിക്ഷേപം സ്വകാര്യമായിട്ടുള്ളത് ഇന്ത്യക്കാരുടെ കയ്യിലാണ്. ഏകദേശം 25 ടണ്ണിൽ കൂടുതൽ സ്വർണം ഇന്ത്യക്കാരുടെ കയ്യിലുണ്ടെന്നാണ് വിലയിരുത്തൽ. സ്വർണം വാങ്ങുകയും അത് സൂക്ഷിക്കാനുള്ള താല്പര്യവും ഇന്ത്യക്കാർക്ക് കൂടുതലാണ്. ഇപ്പോഴിതാ ഇന്ത്യയുടെ സ്വർണ്ണ ഖനന മോഹങ്ങൾക്ക് ശക്തി പകർന്നിരിക്കുകയാണ് ഒഡീഷ എന്ന സംസ്ഥാനം. ഒഡീഷയിലെ 3 ജില്ലകളിലായി നിരവധി സ്ഥലങ്ങളിൽ സ്വർണ്ണഖനികൾ കണ്ടെത്തി. ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപ സ്ഥലങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഡയറക്ടറേറ്റ് ഓഫ് മൈൻസ് ആൻഡ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പഠനങ്ങളിലാണ് പുതിയ സ്വർണ്ണഖനികൾ രാജ്യത്ത് കണ്ടെത്തിയത്. ദിയോഘർ, ഖിയോൻസർ, മയൂർഭഞ്ച് എന്നീ 3 ജില്ലകളിലാണ് സ്വർണത്തിൻ്റെ സാന്നിധ്യം കൂടുതലും കണ്ടെത്താനായത്. ഈ 3 ജില്ലകളിലും സ്വർണ്ണ നിക്ഷേപമുണ്ടെന്ന വെളിപ്പെടുത്തൽ പ്രദേശവാസികളെയും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. ലോകത്ത് സ്വർണത്തിന് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള രാജ്യങ്ങളിലൊന്നായ ഇന്ത്യക്ക് ആ ഡിമാൻഡിനനുസരിച്ച് രാജ്യത്ത് സ്വർണം ഉൽപ്പാദിപ്പിക്കാനാകുന്നില്ല എന്ന സങ്കടാവസ്ഥയിലാണ് ഈ ശുഭസൂചകമായ വാർത്ത പുറത്തുവരുന്നത്. നിലവിൽ ലോകത്ത് തന്നെ ഏറ്റവും അധികം സ്വർണം ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. കൂടുതലും ആഭരണ നിർമ്മാണത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ആവശ്യത്തിൻ്റെ വലിയൊരു ശതമാനം സ്വർണവും സ്വിറ്റ്സർലൻഡ്, UAE, സൗത്ത് ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയാണ്. 1980കളിൽ തന്നെ ഖിയോൻസർ ജില്ലയിൽ സ്വർണ്ണശേഖരമുണ്ടെന്ന സൂചനകൾ ലഭിച്ചിരുന്നു. അക്കാലത്ത് ലഭ്യമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഖിയോൻസർ ജില്ലയിലെ കുശാകല, ഗോപൂർ, ജലദിക തുടങ്ങിയ സ്ഥലങ്ങളിൽ സർവേ നടത്തിയിരുന്നു. എന്നാൽ സർവേ ഫലങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുകയായിരുന്നു. സ്വർണത്തിൻ്റെ വില കുത്തനെ ഉയരുന്ന സാഹചര്യത്തിൽ ഇനി നമ്മുടെ രാജ്യത്ത് തന്നെ സ്വർണം ഉൽപ്പാദിപ്പിക്കാം. ഇത് ഖനനം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല മാരെദിഹി, സുലൈപത്ത്, ബദാംപഖാത്ത് തുടങ്ങിയ പ്രദേശങ്ങളിലും സ്വർണത്തിനായുള്ള പര്യവേഷണം നടക്കുന്നുണ്ട്. മുൻപ് കണ്ടെത്തിയ സ്വർണ്ണ നിക്ഷേപങ്ങളെക്കാൾ വലുതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന നിക്ഷേപങ്ങളെന്നാണ് ഒഡീഷയിലെ ദിയാഗഡ് ജില്ലയിലെ ജിയോളജിക്കൽ സർവേകൾ സൂചിപ്പിക്കുന്നത്. ഈ പ്രദേശത്ത് ചെമ്പ് പര്യവേഷണം ചെയ്യുന്നതിനുള്ള ശ്രമങ്ങളും ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ദിയോഘഡ് ജില്ലയിൽ ആദ്യത്തെ സ്വർണ്ണ ഖനന ബ്ലോക്ക് ലേലം ചെയ്യാനുള്ള നടപടികളും ഒഡീഷ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ ഖനന മേഖലയിലെ തന്നെ നിർണായക ചുവടുവയ്പ്പായിരിക്കും ഇതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ പ്രവർത്തനങ്ങൾ ഒഡീഷയിലെ ഖനന മേഖലയ്ക്ക് കരുത്തേകുന്നതിനോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ സ്വർണ്ണ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലും സുപ്രധാന പങ്ക് വഹിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു. ഉൽപാദനം കൂട്ടിയാൽ UAE പോലുള്ള രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും സാധിക്കും. നിലവിൽ കർണാടകയിൽ നിന്ന് മാത്രമാണ് ഇന്ത്യ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്നത്. ആകെ സ്വർണ്ണ ഉൽപ്പാദനത്തിൻ്റെ 80% ഇവിടുത്തെ ഖട്ടി ഖനിയിൽ നിന്നാണ്. പ്രതിവർഷം ഏകദേശം 1.8 ടൺ സ്വർണമാണ് ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്. വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ 2191.53 മെട്രിക് ടൺ സ്വർണ്ണ അയിര് വിഭവങ്ങളുണ്ട്. ഈ വിഭവങ്ങളുടെ ഒരു ഭാഗം മാത്രമേ ഖനനം ചെയ്തിട്ടുള്ളൂ.